തുടങ്ങാം. അപ്പോ രണ്ടാമത്തെ അഷ്ടകത്തിലെ വാരം അത് എട്ടാം ഓത്തിൽ ഏഴാമർക്കം. വായോയേതേ സഹസ്രിണ. ആദ്യം പാദം 3 തവണ, അത് കഴിഞ്ഞ് അന്തം 3 തവണ, അങ്ങനെ പോകുന്നു സാധാരണ പോലെ. വായോയേതേ സഹസ്രിണ. ഓം വായോയേതേ സഹസ്രിണ. വായോയേതേ സഹസ്രിണ. വായോയേതേ സഹസ്രിണ. രഥാസസ്തേഭിരാഗഹി. രഥാസസ്തേഭിരാഗഹി. വായോയേതേ സഹസ്രിണോ രഥാസസ്തേഭിരാഗഹി. വായോയേതേ സഹസ്രിണോ രഥാസസ്തേഭിരാഗഹി. വായോയേതേ സഹസ്രിണോ രഥാസസ്തേഭിരാഗഹി. വായോയേതേ സഹസ്രിണോ രഥാസസ്തേഭിരാഗഹി. നിയുത്വാന്ഥസോമപീതയേ. 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 നിയുത്വാൻ വായവാഗഹി. നിയുത്വാൻ വായവാഗഹി. നിയുത്വാൻ വായവാഗഹി. നിയുത്വാൻ വായവാഗഹി. അയം ശുക്രോ അയാമിതേ. അയം ശുക്രോ അയാമിതേ. അയം ശുക്രോ അയാമിതേ. അയം ശുക്രോ അയാമിതേ. നിയുത്വാൻ വായവാഗഹി. 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 അയം ശുക്രോ അയാമിതേ. ഗന്ധാസി സുന്വതോ ഗൃഹം. ഗന്ധാസി സുന്വതോ ഗൃഹം. ഗന്ധാസി സുന്വതോ ഗൃഹം. ഗന്ധാസി സുന്വതോ ഗൃഹം. ശുക്രസ്യാദ്യ ഗവാശിര. ശുക്രസ്യാദ്യ ഗവാശിര. ശുക്രസ്യാദ്യ ഗവാശിര. ശുക്രസ്യാദ്യ ഗവാശിര. ഇന്ദ്രവായു നിയുത്വത. ഇന്ദ്രവായു നിയുക്തവത. ഇന്ദ്രവായു നിയുക്തവത. ഇന്ദ്രവായു
त्वता शुक्रस्याद्य गवाशिर इन्द्रवायु नियुत्वत शुक्रस्याद्य गवाशिर इन्द्रवायु नियुत्वत शुक्रस्याद्य गवाशिर इन्द्रवायु नियुत्वत शुक्रस्याद्य गवाशिर इन्द्रवायु नियुत्वत आयातं पिबतं नरा आयातं पिबतं नरा आयातं पिबतं नरा आयातं पिबतं नरा अयं वां मित्रावरुणा अयं वां मित्रावरुणा अयं वां मित्रावरुणा अयं वां मित्रावरुणा सुतः सोम कृतावृथा सुतः सोम कृतावृथा सुतः सोम कृतावृथा सुतः सोम कृतावृथा अयं वां मित्रावरुणा 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 सुतः सोम कृतावृथा ममेदिह श्रुतम् अवम् ममेदिह श्रुतम् अवम् ममेदिह श्रुतम् अवम् ममेदिह श्रुतम् अवम् राजाना वनविद्रुहा राजाना वनविद्रुहा राजाना वनविद्रुहा राजाना वनविद्रुहा ध्रुवे सदस्युत्तमे ध्रुवे सदस्युत्तमे ध्रुवे सदस्युत्तमे ध्रुवे सदस्युत्तमे राजाना वनविद्रुहा ध्रुवे सदस्युत्तमे राजाना वनविद्रुहा ध्रुवे सदस्युत्तमे राजाना वनविद्रुहा ध्रुवे सदस्युत्तमे राजाना वनविद्रुहा ध्रुवे सदस्युत्तमे सहस्रस्थूण आसाते सहस्रस्थूण आसाते सहस्रस्थूण आसाते सहस्रस्थूण आसाते ता सम्राज्या घृतासुती
सम्राजा घृतासुधिः सम्राजा घृतासुधिः सम्राजा घृतासुधिः आदित्यादानुनस्पति 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 ता सम्राजा घृतासुति आदित्यादानुनस्पति ता सम्राजा घृतासुति आदित्यादानुनस्पति ता सम्राजा घृतासुति आदित्यादानुनस्पति ता सम्राजा घृतासुति आदित्यादानुनस्पति सचेते अनवहवरम् सचेते अनवहवरम् सचेते अनवहवरम् सचेते अनवहवरम् गोमदूषुना सत्या गोमदूषुना सत्या गोमदूषुना सत्या गोमदूषुना सत्या अश्वावद्यातमश्विना 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 गोमदूषुना सत्याश्वावद्यातमश्विना गोमदूषुना सत्याश्वावद्यातमश्विना गोमदूषुना सत्याश्वावद्यातमश्विना गोमदूषुना सत्याश्वावद्यातमश्विना वर्तिरुद्रा नृपाय्यम् वर्तिरुद्रा नृपाय्यम् वर्तिरुद्रा नृपाय्यम् वर्तिरुद्रा नृपाय्यम् നയൽ പരോണാന്തര നയൽ പരോണാന്തര നയൽ പരോണാന്തര നയൽ പരോണാന്തര ആദധർഷദ്വൃഷൺവസു 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 നയൽ പരോണാന്തര ആദധർഷദ്വൃഷൺവസു നയൽ പരോണാന്തര ആദധർഷദ്വൃഷൺവസു നയൽ പരോണാന്തര
ആദധർഷ വൃഷൺവസൂ നയൽ പരോനാന്തര ആദധർഷ വൃഷൺവസൂ നയൽപരോനാന്തര ആദധർഷ ദുഷൺവസൂ ദുശംസോ മർത്യോ രിപു ദുശംസോ മർത്യോ രിപു ദുശംസോ മർത്യോ രിപു ദുശംസോ മർത്യോ രിപു താന ആവോളമശ്വിന താന ആവോളമശ്വിന താന ആവോളമശ്വിന താന ആവോളമശ്വിന രയിം പിശങ്ക സദൃശം രയിം പിശങ്ക സദൃശം രയിം പിശങ്ക സദൃശം രയിം പിശങ്ക സദൃശം താന ആവോളമശ്വിന 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 രയിം പിശങ്ക സദൃശം ധിഷ്ണ്യാവരിവോ വിദം ധിഷ്ണ്യാവരിവോ വിദം ധിഷ്ണ്യാവരിവോ വിദം ധിഷ്ണ്യാവരിവോ വിദം ഇന്ദ്രോ അംഗമഹദ്ഭയം ഇന്ദ്രോ അംഗമഹദ്ഭയം ഇന്ദ്രോ അംഗമഹദ്ഭയം ഇന്ദ്രോ അംഗമഹദ്ഭയം അഭീഷദപചുച്യവൽ 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 ഇന്ദ്രോ അംഗമഹദ്ഭയം അഭീഷദപചുച്യവൽ ഇന്ദ്രോ അംഗമഹദ്ഭയം അഭീഷദപചുച്യവൽ ഇന്ദ്രോ അംഗമഹദ്ഭയം അഭീഷദപചുച്യവൽ ഇന്ദ്രോ അംഗമഹദ്ഭയം അഭീഷദപചുച്യവൽ സഹി സ്ഥിരോ വിചർഷണി സഹി സ്ഥിരോ വിചർഷണി സഹി സ്ഥിരോ വിചർഷണി സഹി സ്ഥിരോ വിചർഷണി ഇതാണ് അപ്പൊ ഇതിന്റെ സംഹിത. ഇനി പദം ആവാം. അപ്പൊ മുൻപ് പറഞ്ഞത് ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അതായത് ഒരു 2/3 ഉള്ള പദങ്ങൾക്കും ഒരു തവണ പഠിച്ചാൽ പിന്നെ അതന്നെയായിരിക്കും അതിന്റെ ത്രൂ ഔട്ട് ഋഗ്വേദത്തിലൊക്കെ ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ സഹി എന്നുള്ളത് സ ഹി എപ്പോഴും സ എന്നുള്ളത് എപ്പോഴും ഉദാത്തം, ഹി എന്നുള്ളത് എപ്പോഴും ഉദാത്തം, അല്ലാതെ ഇല്ല. അങ്ങനെയായിരിക്കും ഏതാണ്ട് റഫ്ലി 2/3. ബാക്കി അതായത് ഒരു 65 മുതല് ഒരു 95 വരെ
ബാക്കി 30 രണ്ട് തരത്തിലുണ്ടാവാം. ധിയ എന്നുള്ളത് എങ്ങനെയാണ്? ധിയാ ധിയാ ധിയോ യോന പ്രചോദയാന്നുള്ളത് ധിയോ യോന. ഇന്നലെ പഠിച്ച സഹസ്രാക്ഷ ധിയസ്പതി ധിയ. അപ്പൊ അതിന് കാരണം അന്ന് പറഞ്ഞതുകൊണ്ട് ധിയ എന്നുള്ളത് പ്രഥമ വിഭക്തിയായാലും ദ്വിതീയ വിഭക്തിയായാലും ആദ്യതാർത്ഥം, പിന്നെ പഞ്ചമി ഷഷ്ടിയൊക്കെ ധിയ അന്തോദാർത്ഥം. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളുള്ളത് ഉണ്ട്. പിന്നെ ക്രിയാപദങ്ങൾ പൊതുവെ ഒരു പ്രത്യേകതയൊന്നും ഇല്ലെങ്കിൽ അനുദാത്തം, ചിലതിലെ പ്രത്യേകതകളുള്ളതെങ്കില് അത് ഉദാത്ത പദവും. അപ്പൊ അതൊക്കെ ഓർമ്മിച്ചാൽ ഒരു തവണ പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ദേവ എന്നുള്ള പദം ആണെങ്കിൽ ദേന അനുദാത്തം വാനുദാത്തം. അപ്പൊ അതിന്റെ എല്ലാ വിഭക്തിയും വചനങ്ങളും അത് അതുപോലെ തന്നെയാണ്. ദേവസ്യ ദേവം ദേവേന ദേവേഷു ഒക്കെ ദേന അനുദാത്തം വാ എന്നുള്ള ഉദാത്തം. ബാക്കി ഒരക്ഷരം കൂടി ഉണ്ടെങ്കിൽ അത് സ്വരിതം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ഉദാത്തങ്ങൾ വന്നാൽ അവിടെയൊക്കെ മുറിയാൻ ഉണ്ടാവും. അങ്ങനെയാണ്. കാരണം ഒരു പദത്തിൽ ഒരു ഉദാത്തേ പാട്ടുള്ളൂ. അതാണ് ഇവിടെ തന്നെ ഇന്ദ്രോ അംഗമഹത് ഭയമഭീഷാദ അഭീഷാദ മൂന്നും ഉദാത്താണ്. അപ്പൊ അഭി എന്നുള്ളടത്ത് പദം മുറിയും. പിന്നത്തെ പദം സൽ, അടുത്ത പദം ആപ. അപ്പൊ ഇതൊക്കെ ഓർമ്മിച്ചാൽ ഈ പദം പഠിക്കാനും ഓർമ്മിക്കാനും എളുപ്പം. ഇനി പദം ആവാം. വായോ ഇതി. ഓ എന്നുള്ളതൊക്കെ പ്രകൃതിക്കാണ്. അത് കാരണം ഇതിന്ന് ചൊല്ലിയിട്ടാണ്. വായോ ഏത സഹസ്രിനോ രഥാസസ്തേഭിരാഗി വായോ ഇതി യേ സഹസ്രിണ രഥാസേഭി ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിരിക്കും. അതായത് ഇപ്പോ എടവന വാസുദേവന്റെ വക ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാവരും കൂടി കമ്പൈൻഡ് ആണ്. ഓറവങ്കരയും ഞാനും പിന്നെ കരിമ്പൂരിയും പിന്നെ നാടാത്ത പരമേശ്വരനും എല്ലാവരും കൂടിയിട്ടാണ്. അപ്പൊ അതിലെന്താ എന്റെ ഗുണം വെച്ചാൽ സംഹിതയും പദവും ഒരുമിച്ച് ഉണ്ട്. ഇന്ന് മാത്രല്ല, ഈ കേരളീയ ഉച്ചാരണത്തില് ഞ എന്നും ന എന്നും അതിന്റെ ഇങ്ങനെ നകാരായിട്ട് എഴുതുമ്പോ അത് ചിലത് ഞാനായിട്ടും ചിലത് നാന്നായിട്ടുമാണ്. അത് പുസ്തകങ്ങളിൽ കണ്ടാൽ മനസ്സിലാവില്ല. ഗ്രന്ഥങ്ങളിലൊന്നും ഇപ്പോഴത്തെ ഈ പ്രിന്റഡ് പുസ്തകങ്ങളിലൊന്നും കാണാറില്ല. മറ്റേ നമ്മുടെ കേരളത്തില് മാത്രമുള്ള ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത് ചിലതില് അത് രണ്ടും ഒരു പ്രത്യേക രീതിയിൽ, ഒരു വ്യത്യസ്ത രീതിയിലാണ്. അതിന്റെ ഒരു കുനി ഒന്ന് കൂടുതലൊക്കെയാണ്. അപ്പൊ ഞാനും നാനും അത് രണ്ടാമത് വേറെ വേറെ കാണാം. അപ്പൊ ഇടവന ചെയ്ത ഗുണം എന്താ വെച്ചാല്, ഈ ഞാ എന്നാണെങ്കിൽ അതിനൊരു ചുവന്ന കളറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനാണോ ഉച്ചരിക്കേണ്ടത് നാനാണോ ഉച്ചരിക്കേണ്ടത് എന്ന് നമുക്ക് വായിക്കുമ്പോ തന്നെ അറിയാം. അപ്പൊ ഈ പഠിക്കണ ഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ മുഴുവനെയാണെന്ന് വെച്ചാൽ തന്നെ വലിയ അധികമൊന്നുമില്ല, വെറും PDF ആണല്ലോ. അപ്പൊ അത് അല്ലെങ്കിൽ ഈ പഠിക്കണ ഭാഗങ്ങൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റിച്ചാൽ മുൻകൂട്ടിയിട്ട് സർക്കിളിനെ അടുത്ത തവണയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പൊ അതിനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളവർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം എന്നത് മാത്രം. ഏതായാലും ഇപ്പൊ നമുക്ക് ഇതുപോലെ പോട്ടെ. അടുത്ത തവണ നമുക്ക് പഠിക്കുമ്പോ അത് മുൻകൂട്ടി പറയാം. അപ്പൊ അത് ചെയ്യാൻ പറ്റിച്ചാൽ നല്ലതായിരിക്കും. വായോ ഇതി യേ സഹസ്രിണ രഥാസേഭി
നിയുത്വാൻ സോമാ പീതയേ നിയുത്വാൻ വായോ ഇതി അയം ശുക്ര ആയാമി തേ ഗന്ധാ ആസി. ഇത് ഹിഡൻ അകാരത്തിന് വേണ്ടിയിട്ടാണ്. ഗന്ധാസി എന്നാണ് സംഹിത. അപ്പൊ ഗന്ധ എന്ന് കണിയെ ഈ മുദ്ര കാണിച്ചാൽ അപ്പൊ അതിൽ 3 തരത്തില് അത് പദാവാം. ഒരു മുദ്രയില്ലാതെ ഗന്ധാന്ന് കഴിഞ്ഞ് ഈ സകാരത്തിന്റെ മാത്രം കാണിച്ചാല് ഗന്ധ വെറും സിയാവാം, അല്ലെങ്കിൽ അസിയാവാം, അല്ലെങ്കിൽ ആസി ആവാം. ഈ 3 അവിടെ അപ്ലിക്കബിൾ ആണ്. അതായത് ഗന്ധ സി എന്നായാലും ഗന്ധ അസി എന്നായാലും ഗന്ധ ആസി എന്നായാലും സന്ധിയില് ഗന്ധാസി തന്നെയാണ് വരിക. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കാണിച്ചില്ലെങ്കിൽ സീന്ന് മാത്രം ഹിഡൻ ആയിട്ടുള്ള ഒരു അകാരം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് അകാരത്തിന് ഇങ്ങനെയാണ് കാണിക്കാറുള്ളത്, അസി. പിന്നെ ആസി എന്നാണ് വെച്ചാൽ ഇങ്ങനെ ഈ ധാരാളം എന്നൊക്കെ കാണിക്കാനുള്ള എന്റെ ഒരു മുദ്ര. അപ്പോ ഇവിടെ ഇപ്പോ അസി നെയ്യ് ഇത് നമുക്ക് ചിലപ്പോ ഇങ്ങനെ മലത്തിയിട്ടാക്കാം, പിന്നെ കമത്തിയിടാം. ആസി ആന്നായാലും അത് എങ്ങനെയാവാം, ഇങ്ങനെയാവാം. അത് സാധാരണ നിയമം. അതിന്റെ അടുത്തത് എന്താണെച്ചാൽ മലത്തിയിട്ടാണെച്ചാൽ ഇത് കമത്തിയിട്ടും, അടുത്ത ഇത് കമത്തിയിട്ടാണെങ്കിൽ ഇത് മലത്തിയിട്ടും, ഒരു കോൺട്രാസ്റ്റ് പോലെ. അപ്പോ അസിയാണ് ഇവിടെ മലത്തിയിട്ടാണ്. അപ്പൊ അസി എന്നുള്ള ഇങ്ങനെ കാണിക്കുക. ഗന്ധ അസി സുൻവത ഗൃഹം ശുക്രസ്യ ഇവിടെ അദ്യാഹ ഗോ ആശിരാ. ഇത് ഈ ഓകാരത്തിന് പൊതുവെ ഇങ്ങനെയാണ്. എല്ലാ വിരലുകളും കൂട്ടിയിട്ടാണ്. പക്ഷെ ഗോ എന്ന് ഒടിക്കാവുമ്പോ ഗോ എന്നുള്ള പദം അവസാനിപ്പിക്കാതെ ഇത് ഒടിച്ചുകൊണ്ട് അവഗ്രഹം എന്നർത്ഥം സാങ്കേതികമാണ്. അവഗ്രഹപദമായിട്ട് ഗോ ആശിര എന്നാവുമ്പോ അപ്പൊ ഈ ഒടിക്ക് ഇങ്ങനെയാണ് കാണിക്കാറുള്ളത്. ഗോ ആശിര ഇന്ദ്രവായു. ഈ തീ ഇത് തീക്കും തീക്കുള്ളത്. നിയുത്വത യാതം പിബതം നാരാ. ഇവിടെ ഇപ്പോ വല്ലവരും സംസ്കൃതം അറിയാവുന്നവരുണ്ടോന്ന് വെച്ചില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. ആ യാതം പിബതം നര. യാതം എന്ന് പറയുന്നെങ്കിൽ ആ യാതം വന്നു ചേരൂ, പിബതം പാനം ചെയ്യൂ. അപ്പൊ 2 ക്രിയാപദങ്ങളാണ്. ഒന്ന് യാതം, ഒന്ന് പിബതം. 2 ക്രിയാപദങ്ങള്. ഇതാണ് ഒരു ക്രിയാപദം. എന്താ പറയാ, സാമാന്യന ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ സർവാനുദാത്ത എന്ന് പറഞ്ഞതിന്റെ ഇവിടെ ഒരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ടാണ് യാതം എന്ന് അനുദാത്തായിട്ടും പിബതം എന്ന ഉദാത്തം. അതെന്താ നിയമം വെച്ചാല് 2 2 3 2 ചിലപ്പോ 3 വരാം. അങ്ങനെ അടുപ്പിച്ചു വരികയാണെങ്കിൽ അതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഉള്ളതൊക്കെ ഉദാത്ത പദാവുന്നതാണ്. 1-ലധികം ക്രിയാപദങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ അത് ചിലപ്പോ അനുദാത്താവാം, ചിലപ്പോ ഉദാത്ത പദമായിട്ടാവാം. പക്ഷെ പിന്നീട് വരുന്നതൊക്കെ അടുപ്പിച്ചു വരുമ്പോ പിന്നീട് വരുന്നതൊക്കെ ഉദാത്തായിട്ടാണ് വരിക. അപ്പോ അങ്ങനെ നിയമമുണ്ട്. അതുകൊണ്ടാണ് ആ യാതം എന്ന് കഴിഞ്ഞ് തൊട്ട് പിന്നീട് പിബതം വരണം.
പാനം ചെയ്യണം. അപ്പൊ അടുപ്പിച്ചു വന്നപ്പോൾ അതുകൊണ്ടാണ് പിബതം ഉദാത്തായത്. യാതം പിബതം നാരായം വാം. ഇങ്ങനെയാണ് അയം എന്നുള്ള പദം എപ്പോഴും അയം വാം. പിന്നെ മിത്രാവരുണ, മിത്രാവരുണ, അത് സർവാനുദാത്തം. അതും ഒരു നിയമം പറയാം, മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം. ഈ സംബോധനകള്, വിളിക്കലുകള്, അത് രണ്ട് തരത്തിലുള്ളൂ. ഒന്നുകിൽ ആദ്യുദാത്തം, ആദ്യത്തെ അക്ഷരം ഉദാത്തം. ആദ്യത്തെ അക്ഷരം ഉദാത്തായാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ബാക്കിയുള്ളതൊക്കെ അനുദാത്താവും. അപ്പൊ സന്ധിപ്രകാരം സ്വരിതം പ്രചയം മിത്രാവരുണ. അല്ലെങ്കിൽ സർവാനുദാത്തം, അതായത് സംബോധന പദങ്ങളൊക്കെ ആദ്യുദാത്തമോ സർവാനുദാത്തമോ ആയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ ഇവിടെയൊക്കെ മിത്രാവരുണ എന്നുള്ളത് സർവാനുദാത്തായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിത്രാവരുണ. പിന്നെ വേറൊരു സംബോധന വെച്ചാൽ വേറെ ഒന്നും കൂടെ ഉള്ളൂ, ആദ്യുദാത്തം. മിത്രാവരുണ എന്ന് മിത്രാവരുണന്മാരെ ഒരുമിച്ച് വിളിക്കലാണ്. അപ്പൊ അഗ്നയ എന്നുള്ള അഗ്നയെ വിളിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ആദ്യുദാത്തം അല്ലെങ്കിൽ അഗ്നയ എന്ന്. ഇന്ദ്രനെ വിളിക്കാൻ വെച്ചാലോ അതെ, ഒന്നുകിൽ ഇന്ദ്ര അല്ലെങ്കിൽ ഇന്ദ്ര. അപ്പൊ ഒരു കാര്യം കൊണ്ട് ഇതിനോട് ബന്ധിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അഗ്നി എന്നും ഇന്ദ്ര എന്നുള്ളതും കാര്യം രണ്ട് ഈ ദേവന്മാരുടെ പേരുകളാണെങ്കിലും അഗ്നി അന്തോദാത്താണ്. അഗ്നി അനുദാത്തവും നീ ഉദാത്തവും. ഇന്ദ്രനാണെങ്കിൽ ആദ്യുദാത്താണ്, ഇന്ദ്ര. അപ്പൊ ഈ പറഞ്ഞ സംബോധനയുടെ നിയമത്തിനായി അത് ബാധകല്ല. അത് ആദ്യുദാത്താണോ അന്തോദാത്തല്ല, അന്തോദാത്താണോ അല്ലെങ്കിൽ വേറെ തരത്തിലാണോ, അതൊന്നും യാതൊരു ചോദ്യമില്ല. ഒന്നുകിൽ ആദ്യുദാത്തം അല്ലെങ്കിൽ സർവാനുദാത്തം, അങ്ങനെയുള്ളൂ. ഒറിജിനൽ ആ പദം ഏത് തരത്തിൽ ആയിക്കോട്ടെ, സംബോധനയാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ ആദ്യുദാത്തം അല്ലെങ്കിൽ സർവാനുദാത്തം, അങ്ങനെയുള്ളൂ. അപ്പൊ മിത്രാവരുണ ഇവിടെ സർവാനുദാത്താണ്. അയം മിത്രാവരുണ സുതാ സോമാ. ഇവിടെ സുധ എന്നായാലും സോമ എന്നായാലും രണ്ടും ഈ ഹ്രസ്വ വിസർജമാണ്. പക്ഷെ അതിന്റെ രീതി കാണിക്കൽ എങ്ങനെയാണ്? ഒന്ന് കൈ മലത്തിയിട്ടാണ്, അത് താന്നുള്ള ഉദാത്താവുകൊണ്ടാണ്. പിന്നെ സോമാന്ന് മലത്തിയിലാണ്, അത് മാന്നുള്ളത് സ്വരിതാവുകൊണ്ടാണ്. അനുദാത്തായാലും ഇങ്ങനെ കാണിക്കുക, വാ നോക്കാം. അപ്പൊ ആദ്യുദാത്താകുമ്പോഴാണ് ഇങ്ങനെ മലത്തി കാണിക്കുക. സുതാ സോമാ ഇതും സംബോധനയാണ്. മിത്രാവരുണ എന്നുള്ളതിന്റെ വിശേഷണം. മിത്രാവരുണ സ്വരസോമ വൃതാവൃത മാമാ ഇവിടെയും സംഹിത മാനകയും രണ്ടും ഉദാത്താണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അപ്പോൾ ആ രണ്ട് പദം ഉൾപ്പെട്ടിട്ടുള്ള അർത്ഥമായി. അതാണ് മാമാ ശ്രുതം അവം രാജാനൗ അനഭി ദ്രുഹാ. ഒഴിച്ച പദമാണ് അനഭിദ്രുഹ എന്നുള്ള പദം. അനഭി എന്നും ദ്രുഹ എന്നും കൂട്ടിച്ചേർത്തത്, എന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തത്. അപ്പൊ ഒടിക്കുക അനഭി ദ്രുഹ. അതുകൊണ്ടാണ് രണ്ട് പദങ്ങളാണെന്ന് തോന്നരുതെന്ന് വിചാരിച്ചിട്ടാണ് അനഭി എന്ന് ഊന്നണത്. ആ പദം അവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ അനഭി എന്നാണല്ലോ.
അപ്പൊ ഒടിക്കുക എന്നുള്ളതാണ് ഊന്നണെ. അനഭി. പിന്നെ അടുത്ത ഭാഗം അതിന്റെ തുടർച്ചയായിട്ട് പ്രജയം തന്നെയാണ് പറയണേ. അനഭി ദ്രുഹ. വേറെ സെപ്പറേറ്റ് വിചാരിച്ചാൽ ദ്രുഹ എന്ന് അനുദാത്തായിട്ടാണ് ചെല്ലുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടും അത് ദ്രുഹ എന്നുള്ളത് അനഭി എന്നുള്ളതിന്റെ തുടർച്ചയാണ്. അവിടെ രണ്ട് പാർട്ടാണെങ്കിൽ അതിന്റെ തുടർച്ചയാണെന്ന് രണ്ടുകൊണ്ടും മനസ്സിലാക്കാൻ പറ്റും. അനഭി ആ ഊന്നല് ദ്രുഹ എന്നതിന്റെ തുടർച്ചയായിട്ട് പ്രജയായതുകൊണ്ട് അനഭി ദ്രുഹ. അത് ഓരോ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ ഒരു എഴുതിയ പോലെ അല്ലെങ്കിൽ എസ് എഴുതിയ പോലെ അത് അതിന്റെ മാർക്കിംഗ് ഉണ്ടാവും. ധ്രുവേ സദസി ഉൽമേ സഹസ്രാ സ്ഥൂണേ. ഒറ്റപദം സഹസ്ര എന്നോടുകൂടി ആസാതേ ഇതി പ്രകൃതിയ പദം. ഇനി താ സമ്രാജ ഘൃതാസുതി ആദിത്യ ദാനനസ്പതി അത് ഒഴിയാണ്. കാരണം ഈ രണ്ട് പദങ്ങളും മുൻപ് തന്നെ വന്നിട്ടുണ്ട്. ആ സമ്രാജ ഘൃതാസുതി യജ്ഞ ഉപസ്തുതാണ് വേറെ രണ്ടാമതിന് മുതലാമതിൽ വരുന്നുണ്ട്. അതുപോലെ ആദിത്യ ദാനനസ്പതി എന്നുള്ളതും വേറെ എവിടെയോ വന്നിട്ടുണ്ട്. അപ്പോ മുമ്പേ സാമാന്യ നിയമം എന്താ വെച്ചാൽ ഒരു 3 പദം അടുപ്പിച്ച് അതിന്റെ മുമ്പേ വന്നാൽ വേണമെങ്കിൽ ഒഴി ആവാം. ആയിക്കോളം നിർബന്ധമില്ല, ആവാം. അത് ഏറെക്കുറെയൊക്കെ പറയാറുള്ളത് അത് അർത്ഥം ഒന്ന് തന്നെയാണെങ്കിൽ വേണമെങ്കിൽ അത് ഒഴിയാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചില ദിക്കിൽ അർത്ഥ വ്യത്യാസം ഉണ്ടാവുമ്പോ ആണ് അത് ഒഴിയാവാതിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ ആ പഴയ അർത്ഥം തന്നെയാണ് ഇവിടെയും. അതുകൊണ്ട് അത് പദം ചെല്ലാറില്ല. പദപാഠത്തിൽ അതവിടെ ഒമിറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ പദം ചെല്ലണില്ല. താ സമ്രാജ കൃതാസുരി ആദിത്യ ദാനസ്പതി പദം ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ ക്രമം ചെല്ലുമ്പോൾ അത് വേണം. അതതിന്റെ ആ സമയത്ത് പറയാം. ഇനി സചേതേ അനവഹ്വരം. സചേതേ ഇതി അനവഹ്വരം. ഇതും അവഗ്രഹപദം. അനഭി അനവഹ്വരം. സചേതേ അനവഹ്വരം. ഗോമൽ അത് അവഗ്രഹപദം. ഗോമൽ. പിന്നെ ഊ എന്നുള്ളത് ശരിക്ക് ഉ മതി, അല്ലെങ്കിൽ ഊൻ ദീർഘാക്കിയിടാവും. ഉ എന്ന് പറഞ്ഞാൽ പൊതുവെ ആൻഡ് എന്നുള്ളൊരു അർത്ഥമാണ്. കവ്യപദം വേദത്തിൽ മാത്രമേ അറിയാം, വേദത്തിലോ അല്ലെങ്കിൽ പഴയ സംസ്കൃതത്തിലെ കാണാറുള്ളൂ. അപ്പൊ അത് പദം ചെല്ലുമ്പോ രീതി എങ്ങനെയാന്ന് വെച്ചാല് ഉ എന്ന് ഉള്ളുവെങ്കിലും ഊന്ന് ദീർഘാക്കും, പിന്നെ ഒരു നാസികവും ഉണ്ടാവും, മൂന്നാക്കും. അപ്പൊ ദീർഘാകുമ്പോ ഊകാരം ദീർഘാകുമ്പോ ഇതി എന്നുള്ള ആ ഒരു പ്രഗൃഹ്യം ആവും. അതുകൊണ്ട് ദീർഘം അനുനാസികത്തോടുകൂടി ദീർഘം, പിന്നെ ഇതിന്ന് ചേർക്കുക. അതിന്റെ ഒരു പ്രത്യേക ഇതി എന്നുള്ളതിന്റെ പ്രത്യേക ഒരു മുദ്രയാണ് ഇങ്ങനെ. ഇത് എന്നുള്ളതിനാണ്. നാസത്യ സർവാനുദാത്തം. നാസത്യാശ്വാവൽ. അപ്പൊ ആ നമ്മുടെ ഹിഡൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിയണം. ഇവിടെ ഇങ്ങനെയാണ് കാണിച്ചത്. കാരണം ശ്വാന്ന് ഇങ്ങനെ മലത്തിയിട്ടാണ്. അപ്പോ ഈ ആ കാര്യത്തിനുള്ള ഇങ്ങനെ കാണിച്ചു. അശ്വാവൽ യാതം അശ്വിന വർത്തിരുദ്രാനുപാഹ്യം വർത്തി രുദ്ര മൃ അവഗ്രഹപദം.
മാതൃബാഹ്യം നയൽ പരോനാന്തര ആദർഷദ്വൃഷൻ വസു നയൽ ആണ്. അപ്പൊ രണ്ട് പദം തീരുമാനി. കാരണം നയലിന് ചിലപ്പോ അനുദാത്തൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഒറ്റപ്പദമാണ്, ഒരു ക്രിയാപദമാണ്. നയിക്കുക എന്നുള്ള ഒരു ബന്ധപ്പെട്ട ഒരു പദം നയൽ. നയൽ ഇതിപ്പോ നയൽ എന്ന് രണ്ടും അടുപ്പിച്ചു ഉദാത്തായത് കൊണ്ടായി രണ്ട്. നയൽ ഒറ്റപ്പദമല്ല, ന എന്നും എൽ എന്നും രണ്ടാണ് എന്ന് അതുകൊണ്ട് സൂചിപ്പിക്കും. മനസ്സിലാക്കാം. എൽ പാര അവിടെ വേണം, അതും ഉദാത്താണ്. നായൽ പാര. അപ്പൊ അവിടെ ഒക്കെ പദം മുറിയുണ്ട്. എൽ പാര അന്തര. പിന്നെ ഇവിടെ ഇപ്പോ ഇങ്ങനെയാണെങ്കിലും രണ്ടും കംപ്ലീറ്റ് ആണെങ്കിലും ഇങ്ങനെ കാണിക്കണ കണ്ടിട്ടില്ല അധികം. അതെന്താ കാരണം എന്നറിയില്ല. അന്തര ദധർഷൽ പ്രകൃതി അവഗ്രഹപദം. വൃഷൻ വാസു ഇതി വൃഷൻ വാസു. ഇത് പദപരിഗ്രഹം എന്ന് പറയും. കാരണം അത് സാധാരണ പ്രകൃതിയ പദമാണെന്ന് വെച്ചാൽ വൃഷൻ വസു എന്ന് മതി. ഇതിപ്പോ വസു എന്നുള്ളത് ഊകാരം ആയതുകൊണ്ട് ഇതിന് ചേർക്കണം. പിന്നെ വൃഷൻ എന്നുള്ള അവിടെ പൊടിയുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി മനസ്സിലാക്കണം വെച്ചാൽ വൃഷൻ വസു എന്ന് മാത്രം ചൊല്ലി വെച്ചാൽ പോരാ. വൃഷൻ വസു ഇതി വൃഷൻ വൃഷൻ വസു ഇതി എന്നായിരുന്നെങ്കിലേ അത് ഈ പ്രഗൃഹ്യ പദം മനസ്സിലാവുള്ളൂ. പിന്നെ അവഗ്രഹം എന്താന്നുള്ളതിന് ആദ്യം വൃഷൻ എന്ന് സ്പ്ലിറ്റ് ചെയ്തും ആവും വേണം. അപ്പൊ അങ്ങനെയുള്ള ദിക്കിലാണ് പദപരിഗ്രഹം എന്ന് പറയാം. അപ്പൊ അത് വൃഷൻ വസു ഇതി വൃഷൻ വസു എന്നുള്ളത് ഈ പരിഗ്രഹിക്കണ പോലെ തന്നെ ക്രമത്തിൽ ചെല്ലണ പോലെ തന്നെ ചെല്ലണം. അത് വൃഷൻ വസു ഇതി വൃഷൻ വസു. ഇപ്പൊ വായോ ഇതി എന്നുള്ളടത്ത് വായോ എന്നുള്ളതില് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒടിയൊന്നുമില്ല. അതുകൊണ്ട് വായോ ഇതി എന്ന് ചെല്ലിയാൽ മതി. പക്ഷെ വൃഷൻ വസു എന്നുള്ളത് പ്രകൃതിയാണ്, അതുപോലെ തന്നെ ഒടിച്ച പദമാണ്. അപ്പൊ രണ്ടും കൂടി ഉണ്ടാവുകൊണ്ടാണ് വൃഷൻ വസു ഇതി വൃഷൻ വസു എന്ന് ചെല്ലേണ്ടി വരുന്നുണ്ട്. ഇനി ദുശംസവും അർത്യോരിപ്പു ദൂ മർത്യ താന ആവോളമശ്വിനാരയും വിശങ്കസദൃശം ഓളം അശ്വിനാരയും സദൃശം. ഒടിച്ച പദം. ധിഷ്ണ്യ വരിവോവിധം. വരിവോവിധം എന്നുള്ള ഒടിച്ച പദമാണ്. വരിവവിധം. ധിഷ്ണ്യ വരിവവിധം. ഒടിക്കൊണ്ടാണ് ഈ വിസർഗത്തോട് കൂടിയതിന് ഇങ്ങനെ കാണിക്കണം. അല്ലെങ്കിൽ വരിവ എന്നുള്ളത് ഹ്രസ്വ വിസർഗത്തിനെ കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് അവിടെ അത് ഒടിച്ച പദമാണ്, അല്ലാതെ സെപ്പറേറ്റ് പദമല്ല എന്നുള്ളതും കൂടി ഇതുകൊണ്ട് ഈ മുദ്ര കൊണ്ട് സൂചിപ്പിക്കപ്പെടും. വരിവവിധം. ഇന്ദ്രോ അംഗമഹത് ഭയം അഭീഷതപചുച്യവൽ. ഇന്ദ്ര അംഗ. ഇത് ഹ്രസ്വോദാത്തത്തിന്റെ സാമാന്യം. മഹൽ ഭയം
അഭീഷദപചുച്യവൽ എന്നാണ് സംഹിത. അപ്പോൾ ചിലപ്പോ ഈ പദം ഈ സ എന്ന ചിലപ്പോ ഈ അക്ഷരങ്ങളുടെ യോജിപ്പിന് വേണ്ടിയിട്ട് സംഹിതയിൽ മാത്രം വേദ വ്യാകരണ പ്രകാരം ഈ അക്ഷരം കുറച്ച് മാറ്റിന്ന് പോരും. മ എന്നുള്ളത് ഇപ്പൊ ന നോക്കിയാവും ചില സമയത്ത് ആ മാന എന്നുള്ള പദം ലൗകിക സംസ്കൃതത്തിൽ മാണ തന്നെ വരുള്ളൂ, നാന്നായിട്ട് മാറുന്നില്ല. വേദത്തിലാവുമ്പോ അക്ഷരങ്ങളുടെ യോജിപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോ മാന ആന ആനോഭദ്ര എന്നൊക്കെ വരണ പോലെ അങ്ങനെയൊക്കെ വരാം. ചിലപ്പോ നാണാവും, എന്നുള്ളതിന് നാണാവും. അതിന്റെ മുമ്പൊരു റാന്നോ രാന്നോ അങ്ങനെ രേഫം വന്നാൽ ചിലപ്പോ ആ അക്ഷരങ്ങളുടെ യോജിപ്പിന് വേണ്ടി നാന്നോവും. പ്രണ എന്നുള്ളത് പ്രണോ എന്നൊക്കെ വരും. പദം മുറിക്കുമ്പോ എപ്പോഴും നാ തന്നെ ആക്കണം. അത് ആ ഒരു പദത്തിന്റെ ആദ്യം എപ്പോഴും നാ എന്നേ വരുള്ളൂ, അല്ലാതെ ന എന്നോ നാമോ വരില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ സംഹിതയിൽ നിന്ന് പദത്തിലേക്ക് മാറുമ്പോൾ അക്ഷരങ്ങൾ ചിലപ്പം മാറ്റം വരും, അക്ഷര വികാരം വരും. അങ്ങനെ അക്ഷര വികാരം വരുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ഇത്. ഇത് പല 3-4 സന്ദർഭത്തിൽ വരും. അപ്പൊ അക്ഷര വികാരം സംഹിതയിൽ നിന്ന് പദമായിട്ട് മാറുമ്പോൾ വരുന്ന ആ അക്ഷരത്തിന് വരുന്ന മാറ്റത്തിന് വേണ്ട ഒരു മുദ്രയാണത്. അപ്പൊ അഭീഷൽ എന്നുള്ളത് വെറുതെ ഇങ്ങനെ കാണിച്ചാൽ ഷൽ എന്ന് തന്നെയാണ് പറയുള്ളൂ. പക്ഷെ സൽന്നാവണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മുദ്ര കാണിക്കും. സൽന്ന് മലർത്തിയിട്ടാണ്. അപ്പൊ ഇത് അക്ഷര വികാരത്തിന്റെ ഈ മുദ്ര കമത്തിയിട്ടാണ് പറയാൻ. അഭി സൽ സൽ. ഇത് ഘോഷാക്ഷരത്തിന്റെയാണ് കാര്യം. ഹ്രസ്വോദാത്താവുമ്പോ ഇങ്ങനെയാണ് ജനറൽ എങ്കിലും ഘോഷാക്ഷരം എന്നുള്ള നിലയ്ക്കാണ് അതൊക്കെ ഇങ്ങനെ. അപ്പൊ ഭീനായാലും ഭാനായാലും ഒക്കെ ഇത് ഈ 3 എന്ന് പറയണ പോലെ അഭീ സൽ അപാ ചുച്യവൽ സഹി സ്ഥിരോ വിചർഷണി. ഇവിടെ ഇത് സാഹി 2 പദം തീരുമാനമായി. സാഹ ഈ സ്ഥിര വിചർഷണി. അപ്പോ ഈ മുദ്രകളും കൂടി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് വാരം പഠിക്കുമ്പോൾ പഠിക്കാനും ഇതുപോലെ കൈ കാണിച്ചു കൊടുക്കാനും കൂടിയുള്ള ഒരു പ്രാക്ടീസ് വരണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനാണ് ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ പദവും കഴിഞ്ഞു. ഇനി ക്രമമാണ്. ഇപ്പൊ ഇന്നത്തെ സമയം ഏതാണ്ട് കഴിഞ്ഞു തോന്നുന്നു. ക്രമം അടുത്ത ദിവസമാവാം. ഫയൽ അയച്ചിട്ടുണ്ട്. എന്നുള്ള സൂത്രത്തിന്റെ PDF എഴുതിയത് ഗ്രൂപ്പിലിട്ടുണ്ട്. രണ്ടുപേർക്ക് നോക്കാൻ. സൂത്രം മുഴുവൻ ഞാൻ ആ സൂത്രം മുഴുവൻ ഇട്ടു. 4 വർഷം ഇനിയിപ്പോ അങ്ങനെ പറയുമ്പോ 3 അല്ല ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് പറയണം. അടുത്ത ക്ലാസ്സിലേക്ക് ഇതിന്റെ ഏതാ വേണ്ടേ? ഈ ഇന്ദ്രത്വാർഷഭെന്നോ അതോ ഏതാ വേണ്ട ഇപ്പൊ? അല്ലെങ്കിൽ അഗ്നി ഏതാ വേണ്ടേ? പരമേശ്വരൻ വിജേഷ് ഇപ്പൊ കയാനശിത്രാന്ന് ശാഖയുണ്ടല്ലോ. അപ്പൊ അത് മതിയോ? നല്ല അത് മതിയോ? അല്ല അതെ, എല്ലാവർക്കും കയാനശിത്രാന്ന് വശമുള്ളവർക്ക് കുറച്ച് എളുപ്പമുണ്ടാവും. പുണ്യാവശ്യമുള്ളവർക്ക് 6 ഉണ്ടാവും. ഈ അഗ്നിരഹോദാനം ഈ കുമാരസൂക്തായിട്ട് പറയാറുണ്ടോ? ആർക്കൊക്കെ ഉപയോഗിക്കാലോ. അപ്പോ
മൂന്നാട്ടത്തില് വെച്ചാൽ അഗ്നികബോധാനം എന്ന് എടുക്കാം. അപ്പൊ അതായത് അയച്ചെടുത്താൽ മതി ആ ഭാഗം. ആ അപ്പൊ തന്ത്രികൾക്കും ഉപയോഗിക്കാം അത്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ വല്ലവരും ചെല്ലി ശാക്കിയവരുണ്ടോ? അതോ ദേവാന്നുള്ളത്? നേരത്തെ അതിപ്പോ റെക്കോർഡ് ചെയ്യണ്ടോ? ഈ ചെല്ലി തരണത് റെക്കോർഡ് ചെയ്യാൻ സൗകര്യം ഉണ്ടോ എല്ലാവർക്കും?